ഒരു സുപ്രധാന ബില്ലാണ് ഇപ്പോൾ നിയമമാകുന്നത്. മന്ത്രിസഭായോഗം അതിന് അനുമതി നൽകിയിരിക്കുന്നു. മുസ്ലിം വിവാഹവും വിവാഹമോചനവും ഇനി സബ് രജിസ്ട്രാർ ഓഫീസിൽ അല്ലെങ്കിൽ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു നിയമമാണ്. ഇതോടുകൂടി തന്നെ ഈ വിവാഹം രജിസ്ട്രേഷനുമൊപ്പം വിവാഹമോചന രജിസ്ട്രേഷനുമൊക്കെയുള്ള ഖാസിമാരുടെ റോള് അവസാനിക്കുകയാണ്. മുസ്ലിം വിവാഹത്തിൻ്റെയും വിവാഹമോചനത്തിൻ്റെയും നിർബന്ധിത രജിസ്ട്രേഷൻ 2024 എന്നുള്ള ബില്ലാണ് ആസാം മന്ത്രിസഭ അംഗീകരിച്ച. ആസാമിലാണ് ഈ നിയമം ആദ്യമായി നടപ്പാക്കുന്നത്. 1935 നിയമം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹം നടക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായിരിക്കും. കാരണം ശൈശവ വിവാഹം ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് ആസാമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നതെന്ന് സർക്കാർ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് വിവിധ മുസ്ലിം സംഘടനകളും ഖാസിമാരുടെ സംഘടനകളും ഒക്കെ തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇത് ആചാരങ്ങളിലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ ആസാം സർക്കാർ പറയുന്നത് ഈ ശൈശവ വിവാഹത്തെ തടയുന്നതിനാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന നിയമമാണ് ഇപ്പോൾ മാറ്റുന്നത്. ഖാസിയല്ല, സബ് രജിസ്ട്രാർ ഓഫീസിലാണ് വിവാഹവും വിവാഹമോചനവും രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഈ ബില്ലിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.